നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 52 വത്സാപഹരണവും ബ്രഹ്മഗർവശമനവും. ശ്ലോകം 5. ജീവം ഹി കഞ്ചിദഭിമാനവശാത് സ്വകീയം മത്വാ തനൂജ ഇതി രാഗഭരം വഹന്ത്യ ആത്മാനമേവ തു ഭവന്തമവാപ്യ സൂനും പ്രീതിം യയുർന കിയതിം വനിതാശ്ച ഗാവ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാനും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. ജീവം ഹി കഞ്ചിത് അഭിമാനവശാത് സ്വകീയം മത്വാ തനൂജ ഇതി രാഗഭരം വഹന്ത്യ ആത്മാനം ഏവ തു ഭവന്തം അവാപ്യ സൂനും പ്രീതിം യയുർ ന കിയതീം വനിതാശ്ച ഗാവ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. കഞ്ചിത് ജീവം ഏതോ ഒരു ജീവനെ, ഹി എന്തെന്നാൽ, അഭിമാനവശാത് അഭിമാന നിമിത്തം, സ്വകീയം മത്വ തൻ്റേതെന്ന് വിചാരിച്ച്, തനൂജ ഇതി പുത്രനാണെന്നുള്ളിൽ കരുതി, രാഗഭരം സ്നേഹാധിക്യം, വഹന്ത്യ വഹിക്കുന്ന, വനിത ഗോപികാമാതാക്കളും, ഗാവ ച ഗോമാതാക്കളും, ആത്മാനം ഏവ ആത്മാവ് തന്നെയായ, ഭവന്തം അങ്ങയെ, സൂനും അവാപ്യ പുത്രനായി നേടിയിട്ട്, കിയതീം പ്രീതിം എത്രയധികം സന്തോഷം, ന യയു പ്രാപിച്ചില്ല. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. ജീവം ഹി കഞ്ചിത് അഭിമാനവശാത് സ്വകീയം. കഞ്ചിത് ഞ ച എന്നാണ്. അഭിമാന ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വശാത് സ്വകീയം സ എന്ന് ചേർത്ത് എഴുതിയിരിക്കുകയാണ്. സ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. മത്വ തനൂജ ഇതി രാഗഭരം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വഹന്ത്യ അവിടെ വിസർഗം. ആത്മാനമേവ ത മ എന്നാണ് മ എന്നുള്ളത്. ആത്മാനമേവ തു ഭവന്തമവാപ്യ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സൂനും പ്രീതിം യയുർന കിയതീം യയു ന കിയതീം വനിതാശ്ച ശ ച എന്നാണ്. വനിതാശ്ച ഗാവ ലാസ്റ്റിൽ വിസർഗം. അങ്ങനെ നിർത്താം. ജീവം ഹി കഞ്ചിദഭിമാനവശാത് സ്വകീയം മത്വാ തനൂജ ഇതി രാഗഭരം വഹന്ത്യ ആത്മാനമേവ തു ഭവന്തമവാപ്യ സൂനും പ്രീതിം യയുർന കിയതീം വനിതാശ്ച ഗാവ. അടുത്തത് 6ാമത്തെ ശ്ലോകം. ഏവം പ്രതീക്ഷണ വിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തിം ത്വാമഗ്രജോബി ബുബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരപി മഹാൻ യുവയോർവിശേഷ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. ഏവം പ്രതീക്ഷണ വിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപഗണ ലാളിത ഭൂരിമൂർത്തിം ത്വാം അഗ്രജോബി ബുബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരപി മഹാൻ യുവയോർ വിശേഷ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഏവം ഇപ്രകാരം, പ്രതീക്ഷണ വിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപഗണ ലാളിത ഭൂരിമൂർത്തിം. അതിൻ്റെ ഒന്നിച്ചു നോക്കാം. അനുനിമിഷം വളരുന്ന ആനന്ദാധിക്യത്താൽ എല്ലാ ഗോപസമൂഹത്താലും ലാളിക്കപ്പെടുന്ന അനേകം ശരീരങ്ങളോടു കൂടിയ, ത്വാം അവിടുത്തെ, അഗ്രജ അഭി ജ്യേഷ്ഠനും, വത്സരാന്തേ വർഷാവസാനത്തിലാണ്, ബുബുധേ കില അറിഞ്ഞത്,
ബ്രഹ്മാത്മനോ അപി ബ്രഹ്മരൂപികളാണെങ്കിലും യുവയോ നിങ്ങൾ രണ്ടാൾക്കും മഹാൻ വലുതായ വിശേഷ വ്യത്യാസം ഉണ്ട്. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. ഏവം പ്രദീക്ഷണ വിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപഗണ ലാളിത ഭൂരിമൂർത്തിം. അതുവരെ ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. പ്രദീക്ഷണ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിജൃംഭിത ഭീ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ഹർഷഭാര ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. നിശേഷ ശേ എന്നുള്ളത് മെല്ലെ നൂന്നണം. 2 ശ എന്നുണ്ട്. ഗോപഗണ ലാളിത ഭൂരിമൂർത്തിം ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വാം അഗ്രജ അപി ചേർത്തിട്ട് ത്വാമഗ്രജോപി ജോന്ന് നീട്ടിയിട്ട് പി എന്ന് പറഞ്ഞാൽ മതി. ബുബുഥേ ഥേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. കില വത്സരാന്തേ സ താസ എന്ന് ചേർത്തിട്ട് ബ്രഹ്മാത്മനോരപി ബ്രഹ്മ നമ്മൾ നിറയെ പഠിച്ചതാണ്. ആത്മ മ ത് മ എന്ന് ചേർത്ത് പറയണം. മ മഹാൻ യുവയോർ വിശേഷ ലാസ്റ്റിൽ വിസർഗം. യുവയോർ വിശേഷ ചേർത്ത് ചൊല്ലുമ്പം വി എന്ന് മെല്ലെ നൂന്നി പറയണം. അവസാനം വിസർഗം. അങ്ങനെ നിർത്തിയാൽ മതി. ഏവം പ്രദീക്ഷണ വിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തിം ത്വാമഗ്രജോപി ബുബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരപി മഹാൻ യുവയോർവിശേഷ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.